ഹായ്. അങ്ങനെ ഇത് നമ്മൾ സൊഹാലെത്തിയ രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ നേരത്തെ എണീറ്റു. കാരണം നമ്മുടെ മസ്കറ്റിൻ്റെ അത്രയും തണുപ്പൊക്കെ സൊഹാലിലുണ്ടോയെന്നറിയാൻ രാവിലെ അങ്ങ് എണീറ്റു. ഞാൻ എണീറ്റ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് സുധിയും അതുൻമോനും എണീറ്റ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു കോഫിയൊക്കെ അതിനകത്താം. ബാക്കിയുള്ളവരാരും എണീറ്റിട്ടില്ല. ഞാൻ പതുക്കെ ചെന്ന് നോക്കുമ്പോൾ കുറച്ച് പേരൊക്കെ തറയിൽ കിടന്നുറങ്ങുന്നു, കുറച്ച് പേര് ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്നവരൊക്കെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. നല്ല ക്ഷീണം കാണുമല്ലോ. അപ്പോഴത്തേനും അവർ എണീറ്റ് വരുമ്പോഴത്തേന് കോഫിയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കി ഞാനും സുധി ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പനിയാകട്ടോ, അത് ആ സൗണ്ടിനൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അതുൻമോൻ പോയി സ്വിമ്മിങ് പൂളിൻ്റെ അവിടെയൊക്കെ പോയി ഒന്ന് നോക്കുകയൊക്കെയാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു രസമാണ് ഇങ്ങനെ രാവിലെ തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിരിക്കാൻ. സുധി അപ്പോഴത്തേനും രാവിലെ സാലഡിനൊക്കെ അരിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി നമ്മുടെ ഇടയ്ക്കിൽ ബ്രെഡൊക്കെ ഇരിപ്പുണ്ട്. ബ്രെഡും ഓംലേറ്റും ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷേ ഇന്നലത്തെ നമുക്ക് കൊണ്ടുവന്ന ബിരിയാണി ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പാക്കപ്പാണ്. ഇനി പോവാണ് തിരിച്ച് നമ്മൾ മസ്കറ്റിലേക്ക്. കാരണം ടിനുവിന് ഇന്ന് ആഫ്റ്റർനൂൺ ഡ്യൂട്ടിക്ക് കയറണം, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയുമാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 2 hours എടുക്കുമല്ലോ മസ്കറ്റിലെത്താനായിട്ട്. അപ്പം നമ്മൾ തിരിച്ച് മസ്കറ്റിലേക്ക് പോവുകയാണ്. അപ്പം സോഹാറിനെയൊക്കെ തൽക്കാലത്തേക്കിന് ഞങ്ങൾ വിട പറയുന്നു. ശരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഫാം ഹൗസ് ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ് ഇവിടെ. അതും നമ്മുടെ ക്ലൈമറ്റ് ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് നല്ലതായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത തവണ വരാം. ബൈ.